നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ടി.ബി ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പള്ളുരുത്തിയിൽ യുക്കോസോ 2026 തിരശ്ശീല. അധ്യാപക പരിശീലന കോളേജുകളുടെ കായികമേള സമാപിച്ചു. STPY ടീച്ചർ ട്രെയിനിംഗ് കോളേജ് സംഘടിപ്പിച്ച ഓൾ കേരള ടീച്ചർ ട്രെയിനിംഗ് കോളേജ് സ്പോർട്സ് മീറ്റ് യുക്കോസോ 2026 പള്ളുരുത്തി ഡോൺ ബോസ്കോ ഗ്രൗണ്ടിൽ സമാപിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 300-ലധികം അധ്യാപക വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരം കായികാത്മാവിന്റെയും കൂട്ടായ്മയുടെയും മികച്ച വേദിയായി മാറി. ബാഡ്മിന്റൺ, ഫുട്ബോൾ എന്നീ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. TP സലിംകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റെസ്ലിംഗ് റഫറിയും കൊച്ചിൻ ചാനൽ ഉടമയുമായ സലീം MM, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറായ ഹരികൃഷ്ണ S എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. STPY പ്രിൻസിപ്പൽ അഭിരാമി J. നവീൻ അധ്യക്ഷത വഹിച്ചു. ബാഡ്മിന്റൺ മത്സരത്തിൽ SJM കോളേജ് പൂത്തോട്ടയും SJB കോളേജും വിജയികളായി. ഫുട്ബോൾ മത്സരത്തിൽ SSM കോഴിക്കോട് വിജയകിരീടം സ്വന്തമാക്കി. കായിക മികവും കൂട്ടായ്മയും ഒന്നിച്ചു ചേർന്ന യുക്കോസോ 2026 സംസ്ഥാനതല അധ്യാപക പരിശീലന കോളേജുകൾക്കിടയിൽ സൗഹൃദവും മത്സരോത്സാഹവും വളർത്തിയ ഒരു ശ്രദ്ധേയ വേദിയായി മാറി. പാട്ടുപാടിയും പ്രസംഗം നടത്തിയും ഒക്കെയായിരുന്നു ആ രീതിയിൽ ഒരു പഠിപ്പിസ്റ്റ് എന്ന നിലയ്ക്കൊക്കെയാണ് ഞങ്ങൾ സ്കൂളിലും കോളേജിലും എല്ലാം പഠിക്കുന്നത്. പക്ഷേ ജോലി കിട്ടി, പിന്നെ കുത്തിയിരുന്ന് എന്താ പറയുക, സർക്കാർ ശമ്പളവും വാങ്ങി കുത്തിയിരുന്ന് പണിയെടുത്ത് ഒരുപാട് ദുർമേധസ്സെല്ലാം വന്ന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ പിടികൂടാൻ തുടങ്ങുന്നു എന്നൊരു ഘട്ടത്തിലാണ് നമ്മുടെ ഫിറ്റ്നസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ സ്വയം മനസ്സിലാക്കുകയും സ്വയമായി ഓടിത്തുടങ്ങുകയും പിന്നീട് മറ്റു തരത്തിലുള്ള ഫിറ്റ്നസ് വർക്കൗട്ടുകളിലേക്കെല്ലാം കടന്ന് പോവുകയും ചെയ്തു. ഇന്നലെ രാത്രി ഒരുപാട് വൈകി വന്ന് ഇന്ന് രാവിലെയും 4:30 എഴുന്നേറ്റ് 5 മണിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കൂടെ പോയി വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ഊർജ്ജസ്വലത യോക്കോസോ എന്നതിൻ്റെ അർത്ഥം തന്നെ വെൽക്കം എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അതൊരു ഫ്രഞ്ച് പദമാണ്. അതിൻ്റെ അർത്ഥം വെൽക്കം. സോ ഞങ്ങളുടെ ഒരു ITE സ്ഥാപനമാണ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫോർ DLED സ്റ്റുഡൻസ്, ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. അത് പഴയ TTC എന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ DLED ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ ITE കുട്ടികൾക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്കൊരു സ്പോർട്സ് മീറ്റ് സംഘടിപ്പിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു സ്പോർട്സ് മീറ്റ് സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എല്ലാ ടീച്ചർ ട്രെയിനിങ് കോളേജുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പോർട്സ് മീറ്റ് നടത്തണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു പരിശ്രമം മൂലം 2023 മുതൽ ഇന്ന് വരെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു സ്പോർട്സ് മീറ്റ് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. കാരണം അധ്യാപകരാകേണ്ടവരും കായിക രംഗത്ത് അവരുടെ മികവ് തെളിയിക്കേണ്ട ഒരു അനിവാര്യമായ ഒരു ഘടകമാണ്. അത് കണ്ടെത്തി കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി എന്തെല്ലാം പ്രശ്നം. ഇപ്പം തന്നെ നേരത്തെ നടത്തിയിരുന്ന വലിയ ഗ്രൗണ്ട് ഇല്ല, അവിടെ റിപ്പയർ ആയതുകൊണ്ട് ഇവിടെ ഡോൺ ബോസ്കോ ഗ്രൗണ്ടിലേക്ക് മത്സരം മാറ്റി ചെറിയ ഗെയിമുകളൊക്കെ കുറച്ചൊന്നും കഴിഞ്ഞ ക്രിക്കറ്റും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായില്ല. അങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളെ പോലും അതിജീവിച്ചുകൊണ്ട് വലിയ മികവാർന്ന രീതിയിൽ തന്നെ മത്സരം തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്നു. അതിൽ നമ്മുടെ പ്രിൻസിപ്പൽ അഭിരാമി മേഡത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.